നമ്മൾ അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. വിദ്വേഷ പരാമർശം ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഛത്രപതി ശിവജി അടക്കം ഇന്ത്യയിലെ രാജാക്കന്മാരെ കോൺഗ്രസ് ക്രൂരന്മാരെന്ന് വിളിച്ചു. സുൽത്താൻമാരും ബാദുഷമാരും നടത്തിയ ക്രൂരതകളെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നിങ്ങനെ പോകുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ. ഇത് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം. कांग्रेस के शहजादे का एक ताजा बयान जरूर सुना होगा। ये शहजादे का कहना है कि भारत के राजा, भारत के महाराजा ये अत्याचारी थे, ये गरीबों की जमीन छीन लेते थे, जब मर्जी पड़े तब उनका सब हड़प कर लेते थे। कांग्रेस के शाहजादे ने छत्रपति शिवाजी महाराज, कित्तूर की रानी चिन्नम्मा जैसे महान व्यक्तित्व का अपमान किया है। इनका सुशासन, इनकी देशभक्ति आज भी हम सभी को प्रेरित करती है. ഇപ്പോൾ വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന് ചേരുന്നത്. അരുൺ, പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ആ പരാമർശം അത് ആ നിലയ്ക്ക് വീണ്ടും തുടരുന്ന കാഴ്ചയാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. അരുൺ, അരുൺ പൂപ്പറമ്പയിലേക്ക് എത്താം. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ നിലപാട് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു പ്രത്യേക വിഭാഗവുമായി കൂട്ടിക്കെട്ടി അദ്ദേഹം നിലപാട് പറയുന്നു. അദ്ദേഹത്തിന്റെ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നേരത്തെ ഉയർന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതികൾ പോയതാണ്. ഉന്മേഷ്, നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന്, അതായത് പ്രചാരണ പരിപാടികളിൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായത്. ആദ്യം കോൺഗ്രസിന്റെ പ്രകടന പത്രിക ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ, അതായത് രാജ്യത്തെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് ഈ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്ന ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ ആദ്യം മോദി ഉന്നയിച്ചിരുന്നു. അതിൽ പിന്നീടുള്ള പ്രചാരണ വേദികളിലും അതേ വിമർശനം ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിപ്പോഴും അത്തരം വിദ്വേഷ പരാമർശങ്ങൾ പ്രധാനമന്ത്രി തുടരുന്നു എന്നതാണ് കാണേണ്ടത്. ഇന്ന് ഇപ്പോൾ കർണാടകയിലെ ബെലഗാവിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെയാണ് വിശദമായി ഇത്തരം പരാമർശങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്, രാജ്യത്തെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് പ്രിയപ്പെട്ട വോട്ട് ബാങ്കിന് നൽകുകയാണ് കോൺഗ്രസിന്റെ ശ്രമം. എന്നാൽ അത് അനുവദിക്കില്ല. സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. താൻ ജീവനോടെയുള്ള കാലം വരെ താലിമാലയിൽ, ഇവിടുത്തെ മനുഷ്യരുടെ താലിമാലയിൽ കൈവെക്കാൻ ആരെയും സമ്മതിക്കില്ല. വോട്ട് ബാങ്കിനുള്ള പ്രീണന രാഷ്ട്രീയം മാത്രമാണ് കോൺഗ്രസ് നടത്തുന്നത് ഉൾപ്പെടെയുള്ള വിമർശനം ഉന്നയിക്കുന്നു. പിന്നീട് ഈ രാജ്യത്തെ രാജാക്കന്മാരെ കോൺഗ്രസ് ക്രൂരന്മാരെന്ന് വിളിച്ചു. എന്നാൽ ഔറംഗസീബ് ഉൾപ്പെടെയുള്ള സുൽത്താൻമാർ, ബാദുഷമാർ ചെയ്ത ക്രൂരത കോൺഗ്രസ് മറച്ചുവെക്കുന്നു. ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ തകർത്ത കാര്യങ്ങൾ കോൺഗ്രസ് മറച്ചുവെക്കുന്നു ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ, വിദ്വേഷപരമായിട്ടുള്ള പരാമർശങ്ങളാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നേരത്തെ തന്നെ ഉന്മേഷ് സൂചിപ്പിച്ച പോലെ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ശരിയാണ് അരുൺ, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പരാതിയായി എത്തിയതാണ്. പക്ഷേ ആ നിലപാട് അദ്ദേഹം ആവർത്തിക്കുന്നു. പലയിടങ്ങളിലും നമ്മൾ ആ പ്രസംഗം കേട്ടു. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുമ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റമില്ല എന്നുള്ളതാണ്.